റോസ് ആൻഡ് വ്ളോഗിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 പ്രൊഡക്റ്റ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റാണ് ആൻഡ് സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. ഞാനൊരു കോൾഡ് ക്ലൈമറ്റിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സമ്മറും ഉണ്ടാവാറുണ്ട് നല്ല രീതിയിൽ. ഇൻ്റർനെറ്റിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളെ കാണിക്കുമെന്ന് കരുതി. ആൻഡ് ഓൾസോ ഹാവ് ടു ടെൽ യു, ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്കിന്നിൽ ഭയങ്കര പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഇത് എന്തായാലും പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ല, പക്ഷേ എൻ്റെ സ്കിന്ന് ഭയങ്കരമായ ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. എൻ്റെ ഫേസ് എസ്പെഷ്യലി കൈയൊക്കെ ആണെങ്കിലും ഇച്ചിരി ഡ്രൈ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാ പ്രോഡക്ട്സും പറ്റാറില്ല, ഈവൻ മേക്കപ്പ് പ്രോഡക്ട്സും പറ്റാറില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള, അതായത് മണം ഇല്ലാത്ത സോപ്പാണ്, സോപ്പി ലിക്വിഡാണ്. അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പ്യൂരി മെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡാണ്. ആൻഡ് ഓൾസോ ഐ യൂസ് സെറാഫയുടെ എസ് എ ക്രീമാണ് എൻ്റെ ബോഡി മുഴുവൻ യൂസ് ചെയ്യണേ. അറിയാം, ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞങ്ങൾക്കിവിടെ ദേഹത്ത് മുഴുവൻ മോയ്സ്ചറൈസ് ചെയ്യണം. ബട്ട് ഐ ഡോണ്ട് യൂസ് ദറ്റ് സെറാഫെ ക്രീം ഓൺ മൈ ഫേസ്. ഐ വാസ് കണ്ടിന്യൂസ്ലി യൂസിങ് എൻ്റെ ഫേസിൽ ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു തന്നിരിക്കുന്ന കുറച്ച് ക്രീംസാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇഫ് യു റിമെമ്പർ, ഞാനത് അത്ര ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് റെറ്റിനോയിഡ്സും അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഐ ജസ്റ്റ് ഗോ വിത്ത് എ വെരി ബേസ് മോയ്സ്ചറൈസർ. ആൻഡ് പിന്നെ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒന്ന് ഗ്രൂം അപ്പ് ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ. ആൻഡ് റീസെൻ്റ്ലി ഐ വാസ് യൂസിങ് മെഡിക്യൂബിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ് ഓൺ മൈ സ്കിൻ. എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നില്ല. പക്ഷേ അത് ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു. മാസ്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മോയ്സ്ചറൈസറാണ്. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി സ്റ്റിക്കി ഓൺ മൈ ഫേസ്. നമുക്ക് തൊടാൻ പറ്റത്തില്ല, ആർക്കും നമ്മളെ ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഭയങ്കര സ്റ്റിക്കിയാണ്. അപ്പോൾ ആണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പേടിച്ചിട്ടായിട്ട് ട്രൈ ചെയ്യണേ. ബിക്കോസ് എൻ്റെ മുഖത്ത്, ഇഫ് യു റിമെമ്പർ, എനിക്ക് ഇവിടെ ഒരു കുരു 2 വർഷത്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് പാമ്പർ ചെയ്തത് അപ്പം തന്നെ തിരിച്ചു വരും. അത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെയും പോകത്തില്ല, വേറെ എങ്ങും വരത്തില്ല, അവിടെ തന്നെ വരത്തുള്ളൂ. ആൻഡ് ആ മാർക്ക് ഇങ്ങനെ കുറേ നാൾ റിമെയിൻ ചെയ്യും. ആൻഡ് എനിക്കിങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് സ്കിന്നൊക്കെ പീൽ ചെയ്ത് അങ്ങനെ ചെയ്യാനും താല്പര്യമില്ല. കാര്യം 2019 ഞാനൊരു റെറ്റനോൾ ഇവിടെ നിന്ന് മേടിച്ചു, ബയോതെർമിൻ്റെ. ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിച്ചതാണ്. അതോടുകൂടെ എൻ്റെ സ്കിന്നൊക്കെ പൊളിഞ്ഞ് ഫ്ലേക്കി ആയിട്ട് വീഴാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്കത്ര ഭയങ്കരമായിട്ടുള്ള കെമിക്കൽസ് അടങ്ങുന്ന പ്രൊഡക്ട്സ് ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഹാവ് ടു ടെൽ യു, ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് എനിക്ക് 10-14 വർഷമായി. ഞാൻ അങ്ങനത്തെ സ്കിൻ കെയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ളതൊന്നും ചെയ്യാറില്ല. MBA പഠിച്ചുകൊണ്ടിരിക്കുമ്പം മുൾട്ടാണി മിറ്റി തേച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് എൻ്റെ സ്കിന്നിനെ ഉപദ്രവിക്കാറില്ല. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് പരിചയപ്പെട്ട 2 പ്രോഡക്ട്സ് നിങ്ങളായിട്ട് കാണിക്കാനാണ് ഞാൻ വന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ. യെസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊറിയൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അൽത്തിയയുടെ 2 പ്രോഡക്ട്സ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ഡോക്ടർ അൽത്തിയ ഫോർ ദിസ് വണ്ടർഫുൾ പ്രൊഡക്ട്സ് നമുക്ക് തന്നതിന്. ആൻഡ് ഞാൻ ആദ്യം തന്നെ ഡോക്ടർ അൽത്തിയയുടെ 345 ക്രീം, ഈ ക്രീമിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഐ എം യൂസിങ് ഇറ്റ്. ഇതിൻ്റെ ഒറിജിനലും ഫേക്കും ഒക്കെ കിട്ടും. സോ ട്രൈ ടു ബൈ ഒറിജിനൽ. ഇതൊരു മെറ്റാലിക് ട്യൂബാണ്, പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ അത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഇവിടെ ഗാലക്സിസിലും എല്ലായിടത്തും കിട്ടും, നാട്ടിലും ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ആൻഡ് ഇവിടെ ഗാലക്സിസിലും ഒക്കെ മേടിക്കാൻ കിട്ടും. സോ ദിസ് ഇസ് എ മോയ്സ്ചറൈസിങ് ക്രീം. ഞാനിത് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ആൻഡ് ദിസ് ക്രീം, വൈ ഇറ്റ് ഈസ് കോൾഡ് 345 ക്രീം ഈസ്, ഇതിൽ 3 ഭാഗമായിട്ടാണ് ഇൻഗ്രീഡിയൻസിന് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 345 ക്രീം എന്ന് അവർ വിളിക്കുന്നത്. ഈ ക്രീം ഞാനെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഓഫീസിലൊക്കെ പോകുന്നതിന് മുമ്പ്, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യാറില്ലല്ലോ. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു നല്ല പോർഷൻ കയ്യിലെടുത്തിട്ട് മുഖത്ത് നല്ലപോലെ തേച്ച്
ഭയങ്കരമായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കത്തൊന്നുമില്ല. തേച്ച് കഴിഞ്ഞതിന് ശേഷം ഐ പുട്ട് സൺസ്ക്രീൻ. ഇതാണ് എൻ്റെ റുട്ടീൻ. സൺസ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡോക്ടർ ജോയ്സിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീം ഞാൻ പേടിച്ചുപയോഗിച്ചെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള ക്രീമാണ്. അതായത് ഒത്തിരി ഹാർഷല്ല, മണം ചിലവർക്ക് നമുക്ക് പെർഫ്യൂംസ് ഉള്ള പ്രോഡക്റ്റ്സ് ഒന്നും നമുക്ക് പിടിച്ചെന്ന് വരില്ല. അപ്പോൾ ഇത് മണം ഒന്നും ഇല്ലാത്ത, സെൻ്റൊന്നും ഇല്ലാത്ത ക്രീമാണ്. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 4, 5 എഗെയിൻ. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇസ് ഫോർ ബ്ലെമിഷ് കെയർ. അതായത് ഇതിലുള്ളത് റെസ്വെറാട്രോൾ, ടാനിക് ആസിഡ്, നയാസിനമൈഡ്. ഈ 3 കാര്യങ്ങളാണ് 3 എന്നവർ പറയണത്. ഇത് ആക്ച്വലി നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിലോ, അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുറേ നാളായിട്ട് മാറാത്ത ആക്നെയുടെ പാടുകളൊക്കെ ഉണ്ടെങ്കിലോ മാറാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് 3 എന്ന് ഇവർ. 4, 5-ലെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഫോർ ദ നറിഷിങ് കെയർ. അതായത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആക്കാനും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കാനും, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിലെ വാട്ടറിനെ റിട്ടൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബാരിയർ സപ്പോർട്ടായിട്ടും ഒക്കെയുള്ള 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ആ 4 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എവ്രിതിങ് ഇസ് റിട്ടൺ ഹിയർ. ഹൈഡ്രോലൈസ്ഡ് ഹൈലറോണിക് ആസിഡ്, സെറമൈഡ് NP, സോഡിയം DNA ഫ്രം റൈസ് ബ്രാൻ PDRN. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഈ നറിഷിങ് കെയറിനേക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കിൻ ബാരിയർ, അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ ഒന്ന് നശിഞ്ഞു പോയാലോ, അല്ലെങ്കിൽ നമ്മൾ കുറേ സൺ എക്സ്പോഷറിലൊക്കെ പോയതിന് ശേഷം നമ്മുടെ സ്കിന്നിന് കുറച്ച് ബുദ്ധിമുട്ടായാലോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് ആണ് ഒരു 4 പാക്കേജായിട്ട് 3, 4, 5-ലുള്ള 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഫോർ സൂത്തിങ് കെയർ വിച്ച് ആർ Camellia sinensis leaf water, tea tree leaf water, centella leaf water, sodium DNA from centella PDRN. So ഇത്രയും കാര്യങ്ങളാണ് ഈ 3, 4, 5-ലെ 5 ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഈ വായിച്ചത്. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ കൊടുക്കാം, നിങ്ങൾ വായിച്ച് നോക്കുക. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂതിങ് കെയർ ആണ്. ഈ 5 ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ എന്തെങ്കിലും റെഡ്നെസ് ഉണ്ടെങ്കിലോ, അതായത് നമ്മൾ സൺ എക്സ്പോഷർ വന്നിട്ട് നമുക്കൊന്ന് ബേൺ വന്നെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലോ, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്കിന്നാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഫ്ലെക്സ് പോലെയൊക്കെ വരില്ലേ, അതോ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അത് ഭയങ്കര ബാഡായി എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഈ ഒരു പ്രോഡക്റ്റ് ഈസ് റിയലി റിയലി ഹെൽപ്ഫുൾ. അഗെയിൻ ദിസ് ഈസ് എ വെരി ലൈറ്റ് പ്രോഡക്റ്റ്. നമ്മുടെ എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വർക്കാവണ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വർക്കാവുന്നത്. പക്ഷേ ഇത് ഭയങ്കര കെമിക്കൽസും കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇപ്പം നിങ്ങളിത് ഇന്ത്യയിലാണ്, കുറേ പേര് ഇത് ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടും നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്ത്യയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, ഫോർ എക്സാമ്പിൾ. അപ്പം നമ്മൾക്കിത് കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ട് തോന്നാം. പക്ഷേ എനിക്ക്, ബിക്കോസ് ഐ യൂസ്ഡ് മെഡിക്യൂബ് ബിഫോർ, എനിക്കിതൊട്ടും സ്റ്റിക്കിയല്ല. എസ്പെഷ്യലി ഞാനിപ്പോൾ ഇവിടെ സമ്മറാണ്, എനിക്കിതൊട്ടും സ്റ്റിക്കിയല്ല. സോ ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇഫ് ഐ പുട്ട് ഇറ്റ് ഹിയർ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. തിളങ്ങി ഇരിക്കുന്നതൊന്നുമല്ല ഇത്. കണ്ടോ, ഗ്ലാസ് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗ്ലാസ് ഫിനിഷ് ഒന്നല്ല ഇത്. എന്താ പറയുക, ഇതതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് അബ്സോർബ് ആവും. അപ്പോൾ കാണുമ്പം നമ്മൾ യൂട്യൂബിലൊക്കെ വേറെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഓ ഗ്ലാസ് ഫിനിഷിലിരിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഇത് ആക്ച്വലി ഉള്ളിലേക്ക് വലിഞ്ഞ ആ വെള്ളം റിട്ടൻഷൻ നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിലേക്ക് ഇതങ്ങ് കയറും. വിത്തിൻ 5 minutes ഇതെല്ലാം പോവും. പക്ഷേ മെഡിക്യൂബിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിളങ്ങി തന്നെ ഇരിക്കും. പക്ഷേ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എല്ലാം ഒട്ടിങ്ങ് പോരും. ഇതിപ്പം നമുക്ക് അങ്ങനെ
ട്രാൻസ്ഫർ പ്രൂഫാണ്, അതായത് നമ്മുടെ സ്കിന്നിലേക്ക് അത് ഓൾറെഡി പോയല്ലോ, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോർമലി ഒരു 5 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യും when I യൂസ് ദിസ് പ്രോഡക്റ്റ്. കാര്യം എന്നിട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് എനിക്ക് ആദ്യം ഈ പ്രോഡക്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പം ദിസ് അൽത്തിയയുടെ ഡോക്ടർ അൽത്തിയയുടെ 345 റിലീഫ് ക്രീം നമ്മുടെ സ്കിന്നിന്, ഞാനിപ്പം വായിച്ച പോലെ ഇത്രയും ഗുണങ്ങൾ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് യൂസ് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഉണ്ടാവില്ല. എനിക്കങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ഈ സമ്മർ ആയതുകൊണ്ട് കുറച്ചധികം സൈക്കിൾ ട്രിപ്സും കാര്യങ്ങളും ഒക്കെ സൂര്യൻ്റെ അടിയിലാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം നാട്ടിലെ കോൺസെപ്റ്റിൽ കുടയൊന്നും പിടിച്ചിവിടെ പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. സോ ഐ മേക്ക് ഷുവർ ഐ പുട്ട് ദിസ് ക്രീം ആൻഡ് ഐ ഗോ ഔട്ട് ആൻഡ് ഓൾസോ പുട്ട് സൺസ്ക്രീൻ. മുഖത്ത് ദേഹത്തും സെപ്പറേറ്റ് ആണ്. അപ്പം ഞാൻ മുഖത്തും നല്ലപോലെ സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ കളർ വെച്ച് നോക്കിയാൽ ഞാൻ അങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ കളർ വെച്ച് നോക്കിയാൽ ഇവിടെ ഭയങ്കര വ്യത്യാസമില്ല. ബട്ട് ഇഫ് യു സീ മൈ ഹാൻഡ്സ് യു വിൽ സീ ഹ്യൂജ് ഡിഫറൻസ് ബിക്കോസ് ഓഫ് ദി സൺ. പക്ഷേ എൻ്റെ മുഖത്തിന് അത്രയും അങ്ങ് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാവാം. പിന്നെ ജസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ്, കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കുക. ഇത് വല്ലപ്പോഴും അല്ലെങ്കിൽ നിങ്ങളൊരു റെറ്റനോയിഡൊക്കെ ഇട്ടതിന് ശേഷം ഇടാൻ മാത്രമല്ല. ഞാൻ പറയില്ല, ഞാൻ ബെയർ ഫേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ ടോണറോ അതോ സ്കിന്ന് ബ്രൈറ്റനിങ് പ്രോഡക്ട്സോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി കുളിച്ച് കഴിഞ്ഞിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ രാവിലെ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് ഇത് രാത്രി ആയിരിക്കും ഇഷ്ടം അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് ഇത് ഭയങ്കര നല്ലതാണ്. അപ്പം നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആണെങ്കിലോ ചൂടുള്ള ഒരു രാജ്യത്ത്, ഹ്യൂമിഡിറ്റി ഉള്ള ഒരു രാജ്യത്താണ് താമസിക്കുന്നതെങ്കിൽ അവരവരുടെ സ്കിന്നിന് ഇത് എങ്ങനെ സൂട്ടാവുന്നതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഐ റെക്കമെൻഡ് ഫോർ മൈ സ്കിൻ ടൈപ്പ്. ആൻഡ് എനിക്കിവിടെ സ്വിറ്റ്സർലൻഡിൽ സമ്മറിൽ ഇത് അടിപൊളിയാണ്. Try it out and let me know if you guys like it. The second product I would like to share is the best, the best, which is Dr. Althea Pure Grinding Cleansing Balm. ഈ കളർ കണ്ടിട്ട് ഒരു പഴയ ഏതോ ഒരു പൗഡറിൻ്റെ ഒക്കെ കുപ്പിയുടെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കിനും ഞാൻ ടീനുവിൻ്റെ കയ്യിൽ, അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ടിനു, അവളുടെ കയ്യിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള ബോഡി ഷോപ്പിൻ്റെ ബാം കണ്ടായിരുന്നു, വാക്സ് കണ്ടായിരുന്നു. അപ്പം അത് അവളെനിക്ക് തന്നു. നമ്മൾ സ്റ്റേ ഓവർ ചെയ്തപ്പോഴത്തേക്കിനും അവളെനിക്കത് തന്നു, എൻ്റെ മസ്കാരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, എൻ്റെ മേക്കപ്പ് മാറ്റാൻ വേണ്ടിയിട്ടും. ഞാൻ മനസ്സിലായി എനിക്കിത് വേണം, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എഗെയിൻ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ എന്നാലും എനിക്കത് അങ്ങ് ഇഷ്ടമായി. പക്ഷേ ബോഡി ഷോപ്പിൻ്റെയാണ്. ഞാനത് പോയപ്പോൾ അവർ ആ പ്രോഡക്റ്റ് നിർത്തി, അത് കിട്ടിയില്ല. ദെൻ ഞാൻ ബോഡി ഷോപ്പിൽ നിന്ന് ഒരു ക്രീമി ക്ലെൻസറാണ് മേടിച്ചത്. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്തിരുന്നത്. എൻ്റെ പ്രോഡക്ട്സ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടാലോ അതോ എല്ലാ ദിവസവും ഞാൻ ഇടുന്നൊരു സാധനമാണ് മസ്കാര. വാട്ടർ പ്രൂഫ് അല്ല, അത് വാട്ടർ പ്രൂഫ് അല്ല ആക്ച്വലി, പക്ഷെ അത് ഐലാഷിൽ നിന്ന് പോരാനായിട്ട് ഭയങ്കര പാടാണ്. പിന്നെ എനിക്ക് മുഖം വൈകുന്നേരമൊക്കെ ആകുമ്പം ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ റഫായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇട്ടിട്ട് നമ്മൾ സ്കിന്ന് അരയ്ക്കുമ്പം നമുക്ക് അവിടെയൊക്കെ റിങ്കിൾസ് വരും, നമ്മുടെ സ്കിൻ അവിടെയൊക്കെ ചുളുങ്ങാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിനെ ഏറ്റവും സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഡോക്ടർ അൽത്തിയുടെ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. യെസ്, ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം സെയിം പീരീഡായി മറ്റേ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനെ പോലെ. അമേസിംഗ് ആണ്. ഇത് ഒരു മേക്കപ്പ് റിമൂവർ എന്ന് ഞാൻ പറയില്ല, സ്കിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വാക്സ് ആണ്. ദിസ് ഈസ് സോ ഗുഡ്. I'll tell you why. So this comes in this kind of a box. അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൽ മെയിനായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്തല്ല എക്സ്ട്രാക്റ്റ് ഉണ്ട്, കമിലിയ ഗ്രേപ്പ് സീഡ് ഓയിലുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഇൻഫർമേഷൻ വിശദമായിട്ട് താഴെ കൊടുക്കാം. ആക്ച്വലി ഇതിവിടെ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ വലുതാക്കാനല്ല, ഇത് എനിക്ക്
ഡെഫിനറ്റ്ലി കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇതിൽ വായിച്ച് നോക്കാം. ആൻഡ് ഐ ഓൾവേസ് സജസ്റ്റ് നിങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എടുത്തിട്ടൊന്ന് ChatGPTയിലൊക്കെ ഇട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ദിസ് കംസ് ഇൻ ദിസ് കൈൻഡ് ഓഫ് എ വെരി ബ്യൂട്ടിഫുൾ കളർ പാക്കേജിങ്. നമുക്ക് ഇങ്ങനെയാണ് നമുക്കിതങ്ങ് തുറക്കാം. നല്ല ക്വാണ്ടിറ്റി എടുക്കാനുണ്ട് കേട്ടോ. സോ നമ്മളിതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ, സോ ദിസ് ലുക്സ് ലൈക്ക് ഞാൻ എന്താ യൂസ് ചെയ്തേക്കണോണ്ടാണ്. സോ ദിസ് ലുക്സ് ലൈക്ക് ദിസ്. നമുക്ക് ഇത് ഇങ്ങനെ യു ക്യാൻ ഓപ്പൺ ഇറ്റ് ലൈക്ക് ദിസ്. കണ്ടോ? അപ്പം നിങ്ങൾ ഒരു തവണ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരും. അത് മാത്രം ഇങ്ങനെ നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് എടുക്കാം. നല്ലപോലെ അങ്ങ് മസാജ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു സോളിഡ് ഫോമാണ് ആക്ച്വലി, അതായത് ഒരു വാക്സ് ഫോമാണ്. പക്ഷെ നമ്മൾ സ്കിന്നിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കിനും ഇത് എണ്ണ പോലെയാവും, എണ്ണയാകും. എണ്ണയല്ല, നമ്മുടെ കോക്കനട്ട് ഓയിലൊന്നും അല്ല. എനിക്ക് എണ്ണ ഇഷ്ടമല്ല എൻ്റെ മുഖത്ത്. പക്ഷേ ഇത് ഞാൻ കുറച്ച് നേരം നല്ല രീതിയിൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ഞാൻ ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഓൺ മൈ ഐലാഷ്. കണ്ണിൻ്റെ ഉള്ളിൽ പോണത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ഏത് പ്രൊഡക്റ്റും അത്ര നല്ലതല്ല. സോ ഞാൻ ഐലാഷിൽ അതിട്ടിട്ട് ബാക്കി ഫേസിൽ നല്ലപോലെ മസാജ് ചെയ്യും. നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ലൂക്ക് വാം വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. ലൂക്ക് വാം വാട്ടറിൽ കഴുകുമ്പോഴത്തേക്കിനും ഇതിനൊരു മിൽക്കി ആയിട്ടുള്ള ഒരു കളറിലേക്ക് അത് വരും. അത് നല്ലപോലെ ഒട്ടും നമ്മളിപ്പം ഒരു എണ്ണയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ എണ്ണ ഇങ്ങനെ ഇരിക്കത്തില്ലേ, നമ്മൾ പിന്നെ അത് സോപ്പിട്ട് കഴുകിക്കളയണ്ടേ. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് ആ എണ്ണമയം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൂക്ക് വാം വാട്ടർ മുഖത്തേക്ക് ഇടുമ്പോഴത്തേക്കിനും, അത് ചെറിയ ചൂടുവെള്ളം മുഖത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്കിനും അത് ഒരു വൈറ്റ് മിൽക്കി കളറായിട്ട് അതങ്ങ് ഒഴുകി അങ്ങ് പോവാണ് ചെയ്യുക. ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇതിനും എഗെയിൻ മണമില്ല. എല്ലാ രാത്രിയും ചെയ്യും. ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആണ്. എനിക്കിതിലൊന്നും കുറേ സമയം ചിലവഴിക്കാൻ താല്പര്യമില്ല, പക്ഷേ ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആണ്. ഈ പ്രോഡക്റ്റിൻ്റെ ഉണ്ടാക്കിയ ആൾക്ക് ഇത് സെല്ല് ചെയ്ത് ചുമ്മാ അവർക്ക് കാശുണ്ടാക്കാനല്ല എന്ന് തോന്നുന്നു. ബിക്കോസ് അവർ അതിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. ട്യൂബല്ല, അപ്പം നമുക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനേ വരത്തുള്ളൂ. ആൻഡ് ഓൾസോ ദിസ് ഇസ് സോ ഹൈജീനിക്. അതായത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് തൂത്ത് എടുക്കാം. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പോയി, അത് തീർന്നു. വളരെ ഹൈജീനിക് ആയിട്ടാണ് വരുന്ന കാര്യം. നമ്മളുടെ സ്കിന്ന് അതിൽ തൊടുന്നില്ല. നമ്മൾ അതിൻ്റെ പുറത്തുനിന്ന് അതിൻ്റെ പാത്രത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നല്ല ക്ലെൻസിങ് ബാമാണ്. വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണോ മുഖത്ത് യൂസ് ചെയ്യുന്ന സോപ്പ് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് കഴുകി കളയാം. പക്ഷേ ഇത് ഓൾറെഡി അത് കഴുകി അങ്ങ് പോകും. പിന്നെ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഒരു ബാം നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം. ബിക്കോസ് എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് മേക്കപ്പ് റിമൂവർ. മേക്കപ്പ് വേണമെന്നൊന്നുമില്ല. വൈകുന്നേരം നമ്മുടെ സ്കിന്നിനെ ഈ പുറത്തുനിന്നൊക്കെ ഉള്ളൊരു ഡേർട്ടിൽ നിന്നൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തുടച്ച് കളയാൻ വേണ്ടിയിട്ട് വേറെ നമുക്ക് എന്താ പറയുക, മേക്കപ്പ് റിമൂവിങ് പാഡോ കാര്യങ്ങളോ ഒന്നും വേണം. നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് മസാജ് ചെയ്ത് ഭയങ്കര ആ ഒരു സോളിഡ് ഫോമിൽ നിന്ന് ഓയിൽ ഫോമിലേക്ക് വരുമ്പോൾ തന്നെ മുഖത്ത് എണ്ണ യൂസ് ചെയ്യാമെന്ന് ഒരിക്കലും തോന്നുന്നുണ്ട്. ഇത് എണ്ണയല്ല. അതിനെന്തോ ഒരു പ്രത്യേക ഫോർമുല കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഐ ഹേറ്റ് ഓയിൽ. അപ്പോൾ ആ ഒരു ഫോർമുല കൊണ്ട് ഇവർ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് ഈ ഗാർണിയറിൻ്റെ മേക്കപ്പ് റിമൂവറും ഒന്നും ഇഷ്ടമല്ല. ഇപ്പോൾ ഈവൻ ബോഡി ഷോപ്പിൻ്റെ ആണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര താല്പര്യമൊന്നുമില്ല. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മെന്നുള്ളൊരു രീതിയിലാണ് ഞാനത് യൂസ് ചെയ്തിരുന്നത്. പിന്നെ മാക്കിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബോബി ബ്രൗണിൻ്റെ ആണെങ്കിലും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ദിസ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ഗാലക്സിസ് ഓർ ഫ്രം ആമസോൺ DE. അത് സ്വിറ്റ്സർലൻഡിലേക്ക് ഡെലിവറി ചെയ്യും. അമേസിങ് ആണ്. ഞാൻ ഇത്
ഇട്ട് എല്ലാ ദിവസവും മുഖം കഴുകിയതിന് ശേഷമാണ് കിടക്കാറ്. സോ ഐ വോണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ദീസ് 2 products. ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്, ഈ 2 products നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു ബിക്കോസ് ഐ റിയലി ലവ് ഇറ്റ്. ഈ 2 പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, വെളുക്കാനുള്ളൊരു ക്രീമല്ല, അല്ലെങ്കിൽ മുഖത്തിന് ഭയങ്കര മാറ്റം വരാനുള്ള ക്രീമൊന്നുമല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു സീ എ ഡിഫറൻസ്. ഈ പറഞ്ഞ 3, 4, 5 ഇൻഗ്രീഡിയൻറ്റ് പാക്കേജിൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റും. സ്കിൻ ടൈപ്പ് അനുസരിച്ച് അവരുടെ സ്കിന്നിന് യൂസ് ചെയ്തിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്രീം യൂസ് ചെയ്യുക. ഇത് വളരെ ലൈറ്റ് ആൻഡ് സൂതിങ് ക്രീമാണ്. സോ ഇറ്റ്സ് നോട്ട് ഗോണ ഇമ്പാക്റ്റ് യുവർ സ്കിൻ ലൈക്ക് ക്രേസി വിത്ത് കെമിക്കൽ അബ്സോർപ്ഷൻ ഓൾ ദാറ്റ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുവാണെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്കും പറ്റും. ആൻഡ് ദിസ് അൽത്തിയ ക്ലെൻസിങ് ബാം ഐ വുഡ് റിയലി റെക്കമെൻഡ്. ഐ റിയലി റെക്കമെൻഡ്. നമ്മളെല്ലാ ദിവസമൊക്കെ പുറത്ത് വന്നവരാണല്ലേ, അപ്പം നമുക്ക് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം, മേക്കപ്പ് സൂപ്പറായിട്ട് റിമൂവ് ചെയ്യും. ഈ ഗാർണിയറും അതും ഇതൊക്കെ ആ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റൊക്കെ മേടിക്കാതെ ഇങ്ങനെ നല്ലൊരു പ്രോഡക്റ്റ് മേടിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ദിസ് ഇസ് ഗോണ ഹെൽപ്പ് യു. I promise you guys, this is the magic. This product is really a magic what they have created. I hope they never stop producing this product. നമുക്ക് ബോബി ബ്രൗണിൻ്റെ ഒന്നും ഈ വലിയ ഭയങ്കര 60-70 ഫ്രാങ്ക് കൊടുത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ദിസ് ഇസ് സൂപ്പർ അമേസിങ്. ഞാൻ ബോബി ബ്രൗണിൻ്റെ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓയിലായിട്ട് തന്നെ നമ്മുടെ മുഖത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇത് ഓയിലല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിതൊരു മാജിക്കാണ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് ഉണ്ടായെന്ന്. ഈ അൽത്തയുടെ ക്ലെൻസിങ് ബാമും റിലീഫ് ക്രീമും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബട്ട് ക്ലെൻസിങ് ബാം ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം ഓരോരുത്തരും മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ പലത് യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഈ ക്ലെൻസിങ് ബാമൊക്കെ വളരെ റെയറാണ് നമുക്ക് കിട്ടാനായിട്ട്, നമുക്ക് പറ്റുന്നത്. സോ ദിസ് ഐ റിയലി റെക്കമെൻഡ് ദിസ് പ്രോഡക്റ്റ്. ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് സൂൺ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.